മൈസൂരു ബംഗളൂരു ഹൈവേയിൽ KSRTC ബസ് അപകടം അധികൃതർ വരുത്തിവെച്ചതെന്ന ആരോപണം. മരിച്ച KSRTC ഡ്രൈവർ മിഥിലേഷിന് വിശ്രമം അനുവദിച്ചിരുന്നില്ല. ദീർഘദൂര ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ മിഥിലേഷിന് ബാംഗ്ലൂർ ഡ്യൂട്ടി നൽകിയെന്നും ആരോപണമുയരുന്നു. വിവരങ്ങളുമായി അരുൺ PJ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ മൈസൂരു ബംഗളൂരു ഹൈവേയിലുണ്ടായ ഈ KSRTC അപകടത്തിൽ ഈ അപകടം അധികൃതർ വരുത്തിവെച്ചതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഈ ഡ്രൈവർ മിഥിലേഷിന് വേണ്ട വിശ്രമം അനുവദിച്ചിരുന്നില്ലെന്നാണ് ആരോപണം. എന്താണ് വസ്തുത? അവന്തിക ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് KSRTCയിലെ ഭൂരിഭാഗം ജീവനക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കൃത്യമായ വിശ്രമം ഈ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ഡ്രൈവർമാർക്ക് നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഏറ്റവും വരുന്നത്. ഈ ഒരു അപകടം KSRTC അധികൃതർ ക്ഷണിച്ചു വരുത്തിയതാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഡ്രൈവർ കോഴിക്കോട് സ്വദേശി മിഥിലേഷിന്റെ വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നു. തലേ ദിവസം രാത്രി മൈസൂരിൽ നിന്നും കോഴിക്കോടേക്ക് ബസ് ഓടിച്ച് എത്തിച്ച ഈ മിഥിലേഷിനാണ് രാവിലെ ഡിപ്പോയിലേക്ക് എത്തിയ ശേഷം വീണ്ടും വൈകിട്ട് ഈ വണ്ടി എടുക്കണമെന്നുള്ള ബംഗളൂരുവിലേക്കുള്ള സൂപ്പർ ഡീലക്സ് ബസ് നിയന്ത്രിക്കണമെന്നുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും ഡ്യൂട്ടിയിലേക്ക് കയറാൻ നിർബന്ധിതനാവുകയായിരുന്നു. എന്തായാലും വിശ്രമമില്ലാതെയാണ് പകൽ വേണ്ടത്ര വിശ്രമം പോലും ലഭിക്കാതെയാണ് വൈകിട്ട് വീണ്ടും ഇദ്ദേഹം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സൂപ്പർ ഡീലക്സ് ബസ്സുമായി പോയതെന്നുള്ളതാണ്. മാസങ്ങളുടെ മാത്രം പരിചയസമ്പന്നുള്ള ഡ്രൈവർമാരെ മാത്രമേ ദീർഘദൂര ഡീലക്സ് ബസ്സിൽ നിയോഗിക്കാവൂ എന്നൊരു ചട്ടം ഉണ്ട് KSRTCക്ക്. അത് ലംഘിച്ചാണ് മിഥിലേഷിനെ ഇങ്ങനെ ഒരു ഡ്യൂട്ടിക്ക് വിട്ടത്. സ്ഥിരം ജീവനക്കാരിൽ സീനിയോറിറ്റി ഉള്ളപ്പോൾ ഇല്ലെങ്കിൽ എംപാനലിൽ പരിചയസമ്പന്നരെ തന്നെ ഉപയോഗിക്കണമെന്നുള്ള ഒരു ഉത്തരവും ഇവിടെ നടപ്പായിട്ടില്ല. എന്തായാലും താൽക്കാലിക ഡ്രൈവറായിട്ടുള്ള മിഥിലേഷ് വിശ്രമമില്ലാതെയാണ് 2 രാത്രികളിൽ KSRTC സൂപ്പർ ഡീലക്സ് ബസ് ഓടിക്കാൻ നിർബന്ധിതനായത്. തലേ ദിവസം രാത്രി ഞാൻ നേരത്തെ പറഞ്ഞാൽ മൈസൂരു വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും ബംഗളൂരുവിലേക്ക് പോകേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദീർഘദൂര സർവീസുകളിൽ ഡ്രൈവർ കണ്ടക്ടർ ഉത്തരവ് നടപ്പായിട്ടില്ല. ഈ ഡ്രൈവറായിട്ടുള്ള മിഥിലേഷ് തന്നെയാണ് കുട്ട മാനന്തവാടി വഴി കുട്ട ഹെയർ പിന്നുകൾ നിറഞ്ഞ റോഡുകളുള്ള വളരെ വെല്ലുവിളികളുള്ള റോഡിലുള്ള രാത്രി യാത്രയിൽ ഇദ്ദേഹം തന്നെയാണ് ദീർഘദൂരവും ഈ ബംഗളൂരു വരെയും ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ബസ് ബംഗളൂരുവിൽ എത്തുമായിരുന്നു. അതിന് ഒരു അരമണിക്കൂർ ദൂരം മുമ്പ് ഒരു 20-25 കിലോമീറ്റർ മുമ്പ് പിടരിക്കാണ് രാംപൂരിന് സമീപമുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. എന്തായാലും ഈ സർക്കുലർ ലംഘിച്ചാണ് മിഥിലേഷിനെ വീണ്ടും ഡ്യൂട്ടിയിലേക്ക് അയച്ചത്. എന്തായാലും 2 പേരാണ് ഈ ഡ്രൈവർ മിഥിലേഷും കണ്ടക്ടർ ചേവായൂർ സ്വദേശി അരുൺ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ 20 പേർക്ക് പരിക്കേറ്റുന്നുണ്ട്. 20 പേരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. എന്തായാലും ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ രാവിലെ 6:45 ആയിരുന്നു ഈ ഒരു നിയന്ത്രണം വിട്ട സൂപ്പർ ഡീലക്സ് ബസ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും 2 മരണമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 4 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഈ 2 മരിച്ച KSRTC ജീവനക്കാരുടെ ബന്ധുക്കളും ബംഗളൂരുവിലേക്ക് തിരിച്ചുണ്ട്. അവന്തിക. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.